പ്രസവം കഴിഞ്ഞ് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതിക്ക് ആംബുലൻസ് കിട്ടിയില്ല എന്ന് പരാതി. കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവജാത ശിശുവിന്റെ അടുത്ത് വരാനായിരുന്നു ആംബുലൻസ് ആവശ്യപ്പെട്ടത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു യുവതി. കടമേടിച്ചിട്ടാണ് അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ടാണ് ഇന്നലെ അട്ടപ്പാടിക്ക് എത്തിയത്. അട്ടപ്പാടി എത്തിയിട്ട് ഇന്നലെ കരിവര ആണ് താമസിച്ചത്. എൻ്റെ വീട് കലസിയാണ്. അവിടെ വണ്ടിയും പോലും എത്താത്ത സ്ഥലങ്ങളാണ്. ഗൂഗിൾ വീസുണ്ട്. ഗൂഗിൾ എല്ലാം സജ്ജം എന്ന് പറയുന്നിടത്ത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എത്തിപ്പെടാൻ വാഹനം ആംബുലൻസ് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അതായത് പ്രധാനമായും ഇത്തരത്തിൽ ആദിവാസി മേഖലകളിൽ അവർക്ക് ആവശ്യമായി വരുമ്പോൾ അവിടേക്ക് എത്തിക്കാനായി, ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞെത്തിക്കാനായി ഇത്തരത്തിൽ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതാണ് ഇവിടെ ഈ കുടുംബത്തിന് ലഭിക്കാതിരുന്നത്. പ്രസവം കഴിഞ്ഞ് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതിക്കാണ് ആംബുലൻസ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വന്നിരിക്കുന്നത്. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവജാത ശിശുവിന്റെ അടുത്ത് വരാനായിരുന്നു ഇവർ ആംബുലൻസ് ആവശ്യപ്പെട്ടത്. ഇവർ പ്രസവം കഴിഞ്ഞ ശേഷം തൃശൂർ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആയിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. അതിനുശേഷം തിരികെ എത്താനായിരുന്നു ഇവർ ആംബുലൻസ് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് ലഭിച്ചില്ല. ജനുവരി 27-നായിരുന്നു യുവതി പ്രസവിച്ചത്. 2-ാം തീയതി വൈകുന്നേരം 6 മണിയോടെ ഈ പ്രസവ വാർഡിൽ തലകറങ്ങി വീണു. ഇതിനെ തുടർന്നാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ബന്ധുക്കൾ കോട്ടത്തറ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പ്രൊമോട്ടറോട് ഇത്തരത്തിൽ ആംബുലൻസ് വേണമെന്നാവശ്യപ്പെട്ടു. എന്നിട്ടും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി, പ്രസവം കഴിഞ്ഞ് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതിക്ക് ആംബുലൻസ് കിട്ടിയില്ല എന്ന പരാതി. അതും അട്ടപ്പാടിലെ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന നവജാത ശിശുവിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയാണ് ആംബുലൻസ് ആവശ്യപ്പെട്ടത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.